മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എമ്പുരാന്റെ കളക്ഷൻ ഇടിഞ്ഞോ? ഈ വിഷു റിലീസുകൾക്കിടയിലും എമ്പുരാൻ തകർന്നോ? നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. മലയാള സിനിമയുടെ സർവ്വകാല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ചിത്രമായിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് ടീമിൻ്റെ എമ്പുരാൻ. മാർച്ച് 27 റിലീസ് ചെയ്ത സിനിമയിൽ ആഗോളതലത്തിൽ നിലവിൽ 250 കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു. വിഷു റിലീസുകൾ എത്തിയപ്പോഴും ചിത്രം തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിൻ്റെ കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിലീസ് ചെയ്ത് 16 ദിവസങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് 83 കോടിയിലധികം രൂപയാണ് എമ്പുരാൻ്റെ നേട്ടം. വമ്പൻ വിഷു റിലീസുകൾക്കിടയിലും ചിത്രത്തിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കാനും ആകുന്നുണ്ട്. ചിത്രം 3-ാം ആഴ്ചയിലും നിരവധി എക്സ്ട്രാ സീനുകളും ഷോസുമാണ് സിനിമയ്ക്കായി നൽകിയിരിക്കുന്നത്. ചിത്രം ഉടൻ തന്നെ കേരളത്തിൽ 1-ാം സ്ഥാനത്തുള്ള 2018 എന്ന ചിത്രത്തെ മറികടക്കുമെന്നാണ് പ്രതീക്ഷ. 89.20 കോടിയാണ് 2018 കളക്ഷൻ. എമ്പുരാൻ ഇതുവരെ ഇന്ത്യയിൽ 103.5 കോടി രൂപ നെറ്റ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അതേസമയം ഒരു 3-ാം ഭാഗത്തിൻ്റെ സാധ്യതകൾ ബാക്കി വെച്ചാണ് സിനിമ അവസാനിക്കുന്നത്. വിവാദങ്ങൾക്കിടെ ഒരു 3-ാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും ചിത്രം ഉണ്ടാകുമെന്ന് തന്നെയാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിൻ്റെ ഉറപ്പ്. സിനിമയുടെ പേര് അസ്രയേൽ എന്നായിരിക്കുമെന്ന സൂചനകൾ സംഗീത സംവിധായകൻ ദീപക് ദേവും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു.